ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറച്ച് വ്യക്തികൾ അവർ ചെയ്ത കോണ്ടന്റുകൾ ഒക്കെ എയർ അടിച്ച് നിൽക്കുകയാണ്. എല്ലാവരും എയറേഷായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എയർ പോയി വൈറലായ കുറച്ച് കണ്ടന്റുകളും ആ കണ്ടന്റ് മേക്കേഴ്സിനെയൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ എൻ്റെ POVയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കുറേ വീഡിയോ ആയിട്ട് ചെയ്യാൻ കണ്ടന്റുകളുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ ടോപ്പിക്കായിട്ട് ചെയ്യായിരുന്നു. ബട്ട് ഒറ്റ വീഡിയോയിൽ ഞാൻ തീർക്കുകയാണ്. അറിയാലോ, 45-40 മിനിറ്റൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇതിങ്ങനെ തീർക്കുക നല്ലത്. അല്ലാതെ ഇത് 3-4 കണ്ടന്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും വെറുക്കും, എനിക്കും വയ്യ. ഞാൻ മാച്ചൊക്കെ കളിച്ച് ആകെ ചത്ത് മരവിച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് ജോമു ഐഷു ഭയങ്കര വൈറലാണ്. ഭയങ്കര എല്ലാവരും എടുത്തിട്ട് അടിച്ച് പരത്തിയിട്ടുണ്ട്. അതിൽ ജോഷു TV എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ വന്നിരുന്നിട്ട് അവരെ റിയാക്ട് ചെയ്തവർക്കെതിരെ no one is allowed to react, edit, reuse or roast our videos without permission. Anyone who does will face legal or cyber action എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം ശരിയാക്കി തരടാന്നുള്ള ഭീഷണിയൊക്കെ മുഴക്കി പോയതിന് ശേഷം രണ്ടുപേരും ഒരു ലൈവ് വീഡിയോ ഒക്കെ ഇട്ട് അവരെ റോസ്റ്റ് ചെയ്തവർക്കെതിരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഒരുപാട് പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. വിക്കിയുടെ റിയാക്ഷനൊക്കെ കണ്ട് ഞാൻ ഒരു വഴിക്കായിട്ടിരിക്കുകയാണ്. ആസിഫ് അങ്ങനെ കുറേ പേര്. ഞാനായിട്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാതെ ഞാൻ ഇരിക്കുന്നില്ല. ഞാനും കൂടി നിങ്ങൾക്ക് വരെ ഞാൻ കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൽ വരെ അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ അറിയും. ഗൈസ് ഐഷോടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. ബാ 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 ബാ. അതൊന്നും ഇല്ലല്ലോ. എന്തോ ജോമു കാണിച്ചു തരാമേ ഞാൻ. ഗൈസ്, ജോമു കുറച്ച് നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. കാണിച്ചു തരാം. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? എങ്കിൽ ഒഴിച്ചോ. ഇതൊരു എന്താ പറയുക, ഞാൻ ഒന്നിനായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നില്ല. ഇത് അവരുടെ ഒരു കൈൻഡ് ഓഫ് സാധനം. ഓക്കെ, ക്രിഞ്ചാണെന്ന് ചോദിച്ചാൽ മഹാ ക്രിഞ്ചാണ്. എന്നാൽ രസമാണ്, കണ്ടു ചിരിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഓക്കെ, കമൻറ്റ് ബോക്സിലൊക്കെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെച്ച്. ഇവരുടെ എല്ലാ കണ്ടൻറ്റും ഓൾമോസ്റ്റ് കണ്ടൻസും ഇങ്ങനെയാണ്. അതായത് അവർ തന്നെ സ്ക്രിപ്റ്റ് ഇട്ട് സെറ്റാക്കുന്ന ഒരു ഐറ്റം. ഇതിൻ്റെ ഒരു മെയിൻ USP എന്ന് പറയുന്നത് ഒന്ന് ഇവരുടെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ക്രിഞ്ച് സാധനം. രണ്ടാമത്തെ കാര്യം ഇവരിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഇവരുടെ തന്നെ സൗണ്ട് മോഡുലേഷൻ, എസ്പെഷ്യലി ആ ലേഡിയുടെ സൗണ്ട് മോഡുലേഷനൊക്കെ ഒരു കാർട്ടൂണെന്നൊന്നും പറയാൻ പറ്റില്ല, കൊച്ചു TVയേക്കാൾ താഴെ നിൽക്കുന്ന ഒരു തരം ഐറ്റം. അങ്ങനെയാണത്. പക്ഷേ രസമാണ് കേട്ടോ. ഇത് കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക മോശം പറയാനോ ഇല്ല. കാരണം ഇതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പലരും. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പണ്ടൊക്കെ എൻ്റെ ഒരുപാട് റീൽസൊക്കെ ഓടിയതാണ്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ്. ഇതല്ലെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ലിപ്സിങ്കും പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പലപ്പോഴും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ആയിട്ടുണ്ട്. സോ ഇതിൽ കുറ്റം പറയാനൊന്നും ഞാനില്ല. ഓക്കെ, അവരവരുടെ കണ്ടന്റ് ചെയ്യുന്നു, അത് നല്ല ഫണ്ണായിട്ട് തന്നെ ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവരെ പോയിട്ട് ചീത്ത വിളിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു. റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ പിന്നെ അത് കണ്ടന്റാണ് അവർക്ക്. ഇങ്ങനത്തെ ക്രിഞ്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അവരാധിച്ച് വിട്ട് കഴിഞ്ഞാൽ പണ്ട് അർജു ഒക്കെ തുടങ്ങി വെച്ച ഒരു ഐറ്റം ഇങ്ങനെ ബാക്കിയുള്ളവർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അത്രേ ഉള്ളൂ. അതിനകത്ത് അത് ആ സെൻസിൽ എടുത്താൽ മതി. അതിൻ്റെ മുകളിൽ അത് എടുത്തു കഴിഞ്ഞാലാണ് അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഹേർട്ടായിട്ട് മാറും, ഒരു വേദനയായിട്ട് മാറും ഇവർക്ക് തന്നെ. ഇവർക്ക് അതങ്ങനെ വേദനിച്ചോ അതോ ഇനി ഇവരും അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണോ എന്നറിയില്ല. എന്താണെങ്കിലും ഇവരെ 1-2 എന്താ പറയുക ഇതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ്. അതിൽ ഒരു കപ്പിള് ചെയ്ത വീഡിയോ ഇവർക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഗൈസ്, ഇന്ന് നൈഷുവിന്റെ ബർത്ത്ഡേ ആണ്. നൈഷു അവിടെ ഒന്നും അറിയാതെ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് വെച്ചൊരു സർപ്രൈസ് പ്രാങ്ക് ചെയ്യാം. ഇതിനകത്തൊരു ഫേക്ക് 1.25 അടിയുടെ മൂർഖനുണ്ട്. നൈഷു, ബർത്ത്ഡേ ആയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഇതെന്താ 3 പ്രാവശ്യം? ഓ നൈസ്, ഇതാ ഗിഫ്റ്റ്. ഇത് ഞാൻ ഇത്രയും പ്ലേ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് 3 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആണ്. മറ്റത് തന്നെ നിങ്ങൾ കണ്ടു. ഇനി അതിൻ്റെ ഒരു 144p നിങ്ങൾ കാണണോ? വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ നിർത്തി. ഇതിനിടയിൽ ആസിഫും കൂടി പിടിച്ച് റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. തുടങ്ങാം.
വാ. ഗൈസ് ഐഷോടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. ഓ പ്രാങ്ക്. ഓ മൈ ഗോഡ്, എനിക്ക് പ്രാങ്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഞാനും ഒന്ന് കണ്ടോട്ടെ. നീ പ്രാങ്ക് നോക്കട്ടെ. വാ 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 വാ. ആ അത് കൊള്ളാം. ആ പെങ്കൊച്ചിനെ പിടിച്ച് തൊട്ട് ഫ്രണ്ടിൽ പിടിച്ച് നിർത്തിയിട്ടാണ് അവൻ പറയുന്നത് ഗൈസ് അവിടെ ഐഷു അവിടെ ചായ കൂച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് ഇനി പ്രാങ്ക് തൊലിക്കാന്ന്. എന്നിട്ട് ഇങ്ങനെ വെച്ച ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, പ്രാങ്ക് 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 കാണട്ടെ. പ്രാങ്ക് എന്തോന്ന് ആംബുലൻസിൽ സൈറനാണ് ഇത്. ആസിഫ എങ്ങനെ എടുത്ത് ട്രോളി വിട്ട്, അതിനൊരു വിക്കി ട്രോളി വിട്ട്, അങ്ങനെ പലരും എടുത്ത് വെച്ച് ഇവരെ ട്രോളി ഒരു വഴിക്കാക്കി. ഇവരെന്നിട്ട് ഇതിന് റിയാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവർക്ക് ഇത് ഭയങ്കര ഹേർട്ടായി എന്ന് പറഞ്ഞിട്ട് അവരത് റിയാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇതിനെതിരെ പ്രതികരിച്ചതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച്. എല്ലാവർക്കും നമ്മൾ അറിയായിരിക്കും ഐഷു ജോമു ഇപ്പൊ ഇൻസ്റ്റയിൽ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ ആദ്യം ലൈക് ഫൺ രീതിയിൽ എടുത്ത് അങ്ങ് വിട്ട്. പക്ഷെ ഇന്ന് അത് ഇത്തിരി ഓവർ ആവുന്നുണ്ട്. എന്നിട്ട് റിയാക്ട് ചെയ്യണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ ഇൻസ്റ്റ എടുത്തപ്പോ ഒരു വീഡിയോ കണ്ടതേ അരുൺ ജെ, ഈ പുള്ളിക്കാരെ ഇട്ടേക്കുന്ന വീഡിയോ. ഇവര് ഫാമിലി ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇവരെ വിചാരം ഇവര് വലിയ പെർഫെക്റ്റ് ആണെന്ന്. ഇവരുടെ സ്വയം അഭിനയം കണ്ടാലും നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാറില്ല. കാരണം അവർക്ക് ആ കണ്ടന്റ് നന്നായി തോന്നിയിട്ടല്ലേ അവരിടുന്നത്. അതുപോലെ നമുക്ക് നല്ല കണ്ടന്റ് തോന്നാറുള്ളത് നമ്മൾ ഇടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി നമ്മളുടെ കണ്ടന്റ് എടുത്ത് ഓവറായിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു. മനസ്സിലായോ? പറയാനുണ്ട് എനിക്ക് ഒന്ന് രണ്ട് പേരുടെ കേസിന്റെ അത് പറയാനുള്ളത് സത്യത്തിൽ ഒന്ന് രണ്ട് ക്രിയേറ്റേഴ്സിന്റെ മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം ബാക്കിയൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഇവര് ഈ അരുൺ ജെ ഇല്ല, ഈ അരുൺ ജെയുടെ കേസ്, അരുൺ ജെ നിന്നെ ഐശ്വര്യ, ഞാൻ നിന്റെ ആക്ച്വലി സബ്സ്ക്രൈബർ ആണ്. നീ ഇപ്പോഴല്ല, നീ തുടങ്ങിയപ്പോ തൊട്ട് ഓൾമോസ്റ്റ് ഞാൻ നിന്റെ സബ്സ്ക്രൈബർ ആണ്. ആ ടൈമിൽ ഞാൻ ഐശ്വര്യ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിന്റെ വീഡിയോസ് ഏതാണ്, എങ്ങനെയാണ്, എന്ത് രസമാണെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നീ എന്താ തുടങ്ങി, നീ ഒരു ക്രിയേറ്റർ അല്ലേടാ, ഒരു ബേസിക് ഹ്യൂമൻ ഡീസൻസി കാണിച്ചുകൂടി. ഒരാളെ റോസ്റ്റ് നീ കണ്ടന്റ് നീ റോസ്റ്റ് ചെയ്യുന്നത് ശരി, നമ്മള് എന്തോ ജോമു എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഫൺ രീതിയിലെടുത്ത് നമ്മളൊരു തമാശക്ക് എടുത്ത്, നീ അതിൽ നിന്നൊക്കെ ഒരു ലൈൻ ക്രോസ് ചെയ്താണ് നീ എന്ത് നമ്മള് മന്ദബുദ്ധി മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് നീ ട്രീറ്റ് ചെയ്ത്. എന്തോ നീ ഉദ്ദേശിച്ചത്? വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ കമന്റ്സ് വരുമ്പോ അറിയാം. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യത്തേണ് എന്തോ പറഞ്ഞു. നിങ്ങള് വീഡിയോസ് ഇറക്കുന്നതും ട്രോളിനല്ല നമ്മൾ. എനിക്കിത് ഒരു മിനിറ്റ് എനിക്ക് പറയണം. ഈ ബേസിക് ഹ്യൂമൻ ഡീസൻസി ആണ് ഒരു ആളുടെ അറ്റ്ലീസ്റ്റ് മനസ്സ് വിഷമിപ്പിക്കാത്തൊരു കണ്ടന്റ് നിനക്കിറക്കാം. നീ ആ കണ്ടന്റ് ഇറക്കി എല്ലാം പോട്ടെ, ഫീല് ചെയ്യുന്ന നീ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് കമന്റ് സെക്ഷനിൽ നിന്ന് വായിച്ചിട്ട് ഈ ഡിറക്ഷനും കോപ്പിലെ കമന്റും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി കൂടി സർക്കാസമാണ് അവന്മാരും കളിയാക്കിയതാണെന്ന്. നമ്മൾ ആ ഒരു സെക്ഷൻ അതങ്ങ് വിട്ടു. അതിന് നീ എന്തുവാ പറഞ്ഞേ? നീ എന്തിങ്ങനെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ചെയ്തു തുടങ്ങിയത്? നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ തുടങ്ങി വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നമ്മുടെ ഈ ഇൻസ്റ്റയിലെ വീഡിയോസ് എന്നത് നമ്മളെ ഡെയിലി ലൈഫ് നടക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തമാശയുടെ തോന്നെങ്കിൽ നമ്മൾ അത്രയേ ഉള്ളൂ. എനിക്ക് അരുൺജിയുടെ കേസിൽ എനിക്ക് ട്രോൾ ചെയ്യാനല്ല നമ്മൾ വീഡിയോസ് ഇറക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ട്രോൾ ചെയ്തുള്ള ഫെയിം നമുക്ക് വേണ്ട. സത്യത്തിൽ ഇത്രയും കാലം റിയാക്ട് ചെയ്യാത്തതിന്റെ മേജർ റീസണേ നമുക്ക് കോൺട്രവേഴ്സ്യൽ രീതിയിലോ ട്രോൾ എന്നുള്ള രീതിയിലോ അങ്ങനെ ഒരു ഫെയിം വേണ്ട. അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ സപ്പോർട്ടേഴ്സോ വേണ്ട. നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഓൾറെഡി ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സിമിലർ ഓഡിയൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ കോളേജ് പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളുടെ വീഡിയോസ് എടുത്ത് അവര് റിയാക്ട് ചെയ്തിടും. ലൈക്ക് അതൊക്കെ നമ്മൾ തമാശക്ക് എടുക്കുന്നുള്ളൂ. കാരണം നീ ഈ ഫീൽഡിൽ നിന്നിട്ട് നീ ഒരിക്കലും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അറിയായി. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിക്കാണ് ഞാനത് കാണുന്നത്. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ റിയാക്ഷൻസ് കൂടി വന്നു, ഒരുപാട് പേര് ഇവരെ കളിയാക്കി വീഡിയോസ് ഇടാൻ തുടങ്ങിയ സമയത്ത്, ഇവരുടെ വീഡിയോ എടുത്ത് റീക്രിയേറ്റ് ചെയ്ത് ഇവരെ കളിയാക്കാൻ തുടങ്ങിയ സമയത്ത് അതിന്നൊരു കോണ്ടന്റ് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അതൊരു വിവാദമായി മാറും. ഇവർ കോൺട്രവേഴ്സി വേണ്ടെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും ഒരു കോൺട്രവേഴ്സി കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് കുറച്ച് വിസിബിലിറ്റി കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇല്ല. മോസ്റ്റ് മെജോറിറ്റിക്കും അങ്ങനെയാണ്. എക്സെപ്ഷണൽ കേസുകൾ മാത്രമേ ഉള്ളൂ കോൺട്രവേഴ്സികളൊന്നും പിടിക്കണ്ട, എന്തോ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവർ കുറച്ചേ ഉള്ളൂ. ഇവരിപ്പോൾ പറയുന്നത് ഈ അരുൺ ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ ഫസ്റ്റ് പ്ലേ ചെയ്ത ആ കപ്പിളിൻ്റെ വീഡിയോ അവർക്ക് ഭയങ്കര ഹേർട്ടായി. കാരണം അവരങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ വീഡിയോസ് കാണാറുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇതെന്താ അറിയോ, നമ്മൾ ആരിൽ നിന്നും എന്തും എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു ഫീൽഡിലിരിക്കുമ്പോൾ ഞാൻ പഠിച്ച പാഠമാണത്. മനസ്സിലായോ? അപ്പോൾ എനിക്കൊരു മേജർ
സംസാരിക്കേണ്ട ഒരു വിഷയം വന്നു എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു പ്രവൃത്തി, അല്ലെങ്കിൽ ഞാനൊന്ന് എയറിൽ പോയി. ഓക്കെ, ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ ബിഗ് ബോസ് തന്നെ പറയാം. ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞ വ്യക്തികൾ അടക്കരുത്. എന്തിന് എൻ്റെ ഭാര്യയും ജിത്തുബായും വരെ ഇരുന്നിട്ട് എന്നെ വറുത്ത് വരട്ടി വിട്ട്. മനസ്സിലായോ? അപ്പോൾ അത് എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും ഒരു കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പം വൈറലായി നിൽക്കുന്ന ടോപ്പിക്ക്, അപ്പം വൈറലായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കമൻറ്റ് ബോക്സിനകത്തുള്ള ഒരു മോസ്റ്റ് മെജോറിറ്റിയും കയ്യടി നോക്കിയിട്ട് ഓക്കെ ഇന്ന് അവന്മാരെ വറുത്ത് വിടാം. അത് നമ്മളിനി എത്ര ക്ലോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എത്ര അറിയുന്നവരായിക്കോട്ടെ, എടുത്തടിക്കാം. അങ്ങനെ അടിച്ചു വിടുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ചെയ്യാനത് താല്പര്യമില്ല വെച്ചാൽ ബാക്കിയുള്ളവർ ചെയ്യാതിരിക്കുമോ? അവരും ചെയ്യും. അവർ ചെയ്തു, അതാണ് ആ സംഗതി. പിന്നെ അതിൻ്റെ ഒരു ലൈന് ക്രോസ് ആയോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ കണ്ടന്റ് എടുത്ത് വേറെ ഒരാൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഹേർട്ട്ഫുൾ ആയ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയണത്, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഹേർട്ടായി എന്നുള്ളത്. ഓക്കെ, അതിനി അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്തതിൽ നിങ്ങളോട് ഒരു എന്തെങ്കിലുമൊക്കെ പറയുക, അതൊന്നും ഒരു ഫോളോ അപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇത്ര ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഡു എക്സ്പെക്ട് പീപ്പിൾ വിൽ റിയാക്ട്. എപ്പോഴെങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല പാട്ട് പാടുന്ന, നല്ല ഡാൻസ് കളിക്കുന്ന, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അവരുടെ ടാലൻറ്റ് പുറത്ത് കാണിക്കുന്നവർക്കൊന്നും വിസിബിലിറ്റി റീച്ചും ഇല്ല, 0 ആണ്. പക്ഷെ ഇതേപോലത്തെ കോമിക് കണ്ടൻറ്റ്, ഓക്കെ, സ്വയം കോമാളിയാവുന്ന കണ്ടൻറ്റ്, അറിഞ്ഞുകൊണ്ട് കോമാളിത്തരം കാണിക്കുന്ന കണ്ടൻറ്റുകൾ, അതിന് ഭയങ്കര റീച്ചാണ്. നെഗറ്റീവ് റീച്ചാണ്, ബട്ട് അത് റീച്ചായിട്ടാണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഇറ്റ്സ് എ റീച്ച്. അതിന്ന് വരുന്ന വിസിബിലിറ്റി, അതിന്ന് വരുന്ന ഒരു തരം എന്താ പറയുക, കുറേ പോസിബിലിറ്റീസ് വേറെ, ലൈക്ക് പ്രൊമോഷൻസ്, അത് ഇത്, അതൊക്കെ വേറെ സൈഡ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം നെഗറ്റീവായിട്ടാണെങ്കിലും ഒരു 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 പെർട്ടിക്കുലർ കോണ്ടൻറ്റ് ഒരു നീഷിൽ ചില ആളുകൾ ഹിറ്റാവാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അത് എക്സ്ട്രീം നെഗറ്റീവാണ്, അല്ലെങ്കിൽ ചുമ്മാ നാട്ടുകാർ കണ്ടിട്ട് കളിയാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ യുവർ ഫോളോവേഴ്സ് ഓൾസോ. നിങ്ങൾക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടൂല. ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് എൻഗേജ്ഡ് ആയി അതിനകത്ത് ഈവൻ ഇഫ് ഇറ്റ്സ് എന്താ പറയുക കോമാളിത്തരം, ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു ഫണ്ണായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ യുവർ ഫോളോവേഴ്സ്. പക്ഷെ നിങ്ങളെ കേസിൽ അത് ഫോളോവേഴ്സിനും റിഫ്ലക്റ്റ് ആയിട്ടില്ല. സോ അത് നിങ്ങളും കൂടി ഒന്ന് റീച്ചൊക്കേണ്ട കാര്യമാണ്. നിങ്ങളെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഭയങ്കര ഓക്കെ ആവും, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഫൈനായിരിക്കാം. കാണുന്ന വ്യക്തികൾ അത് ഫണ്ണാണെങ്കിലോ അല്ലെങ്കിൽ ഏത് രീതിക്കാണെങ്കിലും എടുത്തിട്ട് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോകുന്നതാണെങ്കിലും നിങ്ങളടുത്ത് റോസ്റ്റ് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിന്നൊരു ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു 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 സബ്സ്ക്രൈബർ ബേസോ അല്ലെങ്കിൽ ഫോളോവർ ബേസോ കിട്ടുന്നില്ല. വ്യൂ ഉണ്ട് വീഡിയോയ്ക്ക്, ലൈക്കും ഷെയറും ഉണ്ട്, പക്ഷേ അത് കൺവേർട്ട് ആവുന്നില്ല എന്നുള്ളൊരു സംഗതി ഉണ്ട്. സോ അതിൽ തന്നെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ബാക്കി ക്രിയേറ്റേഴ്സ് നിങ്ങളെ ട്രോളി അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. കാരണം മോസ്റ്റ് മെജോറിറ്റി നിങ്ങളെ വ്യൂവേഴ്സ് ഒരുമാതിരി നിങ്ങളെ കിട്ടിക്കഴിഞ്ഞ് ഇവന്മാരെ നമുക്ക് മറ്റേ അലഞ്ചോസ് പെരേര ആറാട്ടെണ്ണ ലെവലിലേക്ക് തട്ടാന്നുള്ള രീതി തട്ടിയിരിക്കുകയാണ്. അവരാളുള്ളൊരു ബെഞ്ച് മാർക്ക്, ആ ലെവലിൽ തട്ടിയ പോലെയാണ്. ആറാട്ടെണ്ണയും ഞാൻ പറയില്ല, അങ്ങനെ പിന്നെയും ഓക്കെയാണ്. മറ്റവനാണ് ഒറ്റ കയ്യിൽ നിന്ന് പോയത്. ഇനി ഇവരുടെ ഒരു റിയാക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. കോളേജ് പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളുടെ വീഡിയോസ് എടുത്ത് അവര് റിയാക്ട് ചെയ്തിടും. ലൈക്ക് അതൊക്കെ നമ്മൾ തമാശക്ക് എടുക്കുന്നുള്ളൂ. കാരണം നീ ഈ ഫീൽഡിൽ നിന്നിട്ട് നീ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതും ഒരു ലൈൻ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് നീ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അത് ആസിഫയുടെ കേസ് ഞാൻ പറയാം, അത് പറയുന്നുണ്ട്. അതെ, നിങ്ങൾ വിചാരിക്കും ഫെയിം കിട്ടി പൈസ കിട്ടി എല്ല എന്ന്. പക്ഷെ ഇതാര് വിചാരിച്ചാൽ ഇടിഞ്ഞു പോകേണ്ട കേസാണ്, അത്രേ ഉള്ളൂ. അഹങ്കരിക്കരുത് ഒരിക്കലും. സീരിയസ്ലി അരുണിന്റെ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം, നിനക്ക് ഫാമിലി എല്ലാം ഉള്ളതാണ്. നിന്റെ അടുത്തൊരു സംഭവം പറയാം. നീ യൂട്യൂബിൽ നിന്നാണ് നീ ഒരു ഫസ്റ്റ് ഇത് എത്തിയത്. ഒരു കാര്യം പറയാം, ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചോ ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടി താഴ്ത്തി കെട്ടി നീ ഉണ്ടാക്കുന്ന ഓരോ വ്യൂവും ഓരോ റവന്യൂ നാളെ നീ 1000 മടങ്ങ് അധികം അനുഭവിക്കേണ്ടി വരും. ഞാൻ സത്യത്തിൽ പറയാലോ, അങ്ങനെ ഒരുത്തനും വളർന്നിട്ടില്ല, വളരുന്നവൻ ഇടിഞ്ഞു പോവത്തേ ഉള്ളൂ. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, പക്ഷെ അത്രയും ഇവന്റെ കണ്ടന്റ് ഞാൻ എന്തോ അത്ര ചാനൽ അല്ല, മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തോ ജോമ് പറയണമെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇത് ഭയങ്കര ഓവർ ആയിപ്പോയി. നിങ്ങളുടെ സിസ്റ്റർ ഉണ്ടല്ലോ, അവരും അഭിനയത്തിൽ PhD ഒന്നും എടുത്തവരല്ലല്ലോ. അവരുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, പക്ഷെ നമ്മളൊന്നും പറയാറില്ല. കാരണം നിങ്ങളൊരു എഫേർട്ട് ഇട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്, മനസ്സിലായോ? നമുക്ക് കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ്. ബാക്കി 2-3 പിന്നെ ആസിഫെ നിന്റെ കേസില് ഞാൻ പറഞ്ഞ കൂടിപ്പോവും. കാരണം
നീ ഒരു പകുതി വരെ റോസ്റ്റ് ചെയ്ത് ശരി, നിന്റെ റോസ്റ്റിംഗ് ചാനലാണ്, അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ. നീ ഈ പ്രൊഫാനിറ്റി വൾഗാരിറ്റിയും ഒരു കൾച്ചറായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. അതും നീ അവസാനം ഇനി അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ നല്ല കൂടി പോകും. ഞാനത് നമുക്ക് അവരുടെ ലെവൽ അറിയി നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. സി മനസ്സിലാവും. വേറൊരു വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് ഫാമിലി ഓഡിയൻസ് നല്ല രീതിക്ക് അത്യാവശ്യം അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടന്റ് അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് അടിച്ചു പോവുക. എനിക്കും ജോബോലും നമുക്ക് ജസ്റ്റ് ഫണ്ണായിട്ട് തുടങ്ങിയതാണ്, അല്ലാതെ ആർക്കും എടുത്ത് നമ്മളെ ട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ല, മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ 2-3 കമന്റ്സ് ഒരു വീഡിയോസിന് വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ അതിന് ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്ലെയിമർ വായിച്ച് ബാക്കി ഇരുന്ന് കാണുക. സീരിയസ്ലി പറയാണ്, വീഡിയോസ് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് എടുത്ത് കളാ, അതിടണ്ടെന്ന് പറയും. അതേ കണ്ടത് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് കൊടുത്തങ്ങ് കളയുക. ഇല്ല എന്തിനാണ് നീക്ക് ഇത്ര നെഗറ്റിവിറ്റി ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് നമ്മളൊരു ട്രോൾ മെറ്റീരിയൽ ആക്കുന്നത്? ലൈക് ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടും, മനസ്സിലായോ? ആ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് അടിച്ചു പോകും. അല്ലാതെ ഞാൻ ഇവിടെ ആരുടെയും ട്രോൾ മെറ്റീരിയൽ ആവാനോ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നടക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. താല്പര്യമില്ല, മനസ്സിലായോ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ അവരെ എന്തുകൊണ്ടോ അയക്കുക. അവർക്ക് അതാണ് ഇഷ്ടം. അവരങ്ങനെ ഫെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇനി വീഡിയോസ് ഇടും. നമ്മൾ ആ കോളേജ് പിള്ളേരൊക്കെ ഇപ്പൊ നമ്മളുടെ വീഡിയോസ് എടുത്ത് അവര് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ലൈന. ഇവർ വന്ന് കലിപ്പായിട്ടൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്, ഇവർക്ക് ഭയങ്കര ഹേർട്ടായ പോലെ വർത്താനം പറയുന്നുണ്ടെങ്കിലും ഇവർ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് ശ്രദ്ധിച്ചോ, ഇവർ ഇനി വീഡിയോസ് ഇടും. മനസ്സിലായില്ലേ? ഞങ്ങൾ ഇനി വീഡിയോസ് ഇത് ഇങ്ങനെ തന്നെ ഇടും. ഇവിടെ ആരാ ട്രോൾ മെറ്റീരിയൽ ആവാത്ത, ആരാ ഇവിടെ മെയിൻ മെറ്റീരിയൽ ആവാത്തുള്ളത്? ലാലേട്ടും മമ്മൂക്കിയാളൊക്കെ ഏറെ പോണ്. നാട്ടുകാർ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലേ അവർ പറയും, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പരിപാടീസ് ഒന്നുമില്ല, മനസ്സിലായ? കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടോ, ഒരു പരിധി വരെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചാൽ പിന്നെ കമൻറ്റ് കാണണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമെങ്കിലും നാട്ടുകാർക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയ അവരെടുത്ത് റിയാക്ട് ചെയ്യും, പറയാൻ തോന്നിയ അവർ പറയും. ഞാൻ പറഞ്ഞില്ലേ, ലെജൻഡറി ആക്ടേഴ്സിനെ വരെ അവർ വെറുതെ വിടുന്നില്ല നമ്മളെ നാട്ടിൽ. നമ്മളാരും, ഞാനടക്കം, നമ്മളൊക്കെ ചില സിനിമയൊക്കെ കണ്ടിറങ്ങുമ്പോൾ എന്തോ ആഡ് കാണിച്ചു കൂട്ടണം ചോദിക്കും. ഡാറ്റ കളഞ്ഞ് റീചാർജ് ചെയ്ത പൈസ ഡാറ്റയും കളഞ്ഞിട്ടല്ലേ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണേ. കാണുന്നത് ഒരുത്തന് അപരാധമായിട്ട് തോന്നി, അല്ലെങ്കിൽ കാണുന്ന ഒരുത്തന് ഇഷ്ടമായി, അതിനനുസരിച്ചുള്ള റിയാക്ട്. ഇഷ്ടമായാൽ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും, അപരാധമായിട്ട് തോന്നി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഇറ്റ്സ് അപ് ടു വ്യൂവേഴ്സ്. അല്ല വ്യൂവേഴ്സിനോട് എല്ലാം നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചോ കാണണ്ട ഒന്നും പറയാൻ നമ്മളാരുമല്ല. നമ്മളെ കണ്ടന്റ് ഇട്ടിട്ട് പോവുക, ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. പിന്നെ പറഞ്ഞല്ലോ, പറ്റ കയ്യിൽ നിന്ന് പോയ രീതിയിലുള്ള റിയാക്ഷൻസോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പറ്റ പോണ രീതിയിലുള്ള നമ്മളെ എഫേർട്ടിനെ പറ്റി ഇടിച്ചു കുത്തി താത്തി നമ്മളെ നാശമാക്കി, നമ്മളെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഇനി മുന്നോട്ടുള്ള നമ്മളെ എല്ലാത്തിനും ഒരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹേർട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള വഴികൾ നോക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. ജസ്റ്റ് ഡു ഇറ്റ്, അത്രേ പറയാനുള്ളൂ. എന്താണെങ്കിൽ എനിക്ക് ഇതൊക്കെ ഈവൻ ഇഫ് ഇറ്റ്സ് എ ക്രിഞ്ച് വൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രസമാണ് കാണാൻ. നമുക്ക് സത്യം പറയാം, ടു ബി ഓണസ്റ്റ് പറയാമല്ലോ, രസമാണ്, കണ്ടിരിക്കാൻ രസമാണ്. കുറച്ചിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സത്യം, ഒരു തിയേറ്ററിൽ പോയിട്ടൊരു മലങ്കൾട്ട് സിനിമ കണ്ടിരിക്കുമ്പോൾ ഒരു മലങ്കൾട്ടാണെങ്കിലും അതിലൊരു സുഖവും സന്തോഷമൊക്കെ കിട്ടാണ്ട്. കാരണം നമുക്കിങ്ങനെ നോയ്സ് ഉണ്ടാക്കുക, കൗണ്ടർ പറയാതെ തിരിച്ച്, ഒരു പ്രത്യേക വൈബാണത്. അതും ഒരു രസമാണ്. അതൊരു സാധനം ഉണ്ടാക്കുക അങ്ങനെയെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സാധനം അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു രസമാണ്. സോ ഞാനങ്ങനെ സാധനങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കതിലൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ്, ചെസ് നമ്പർ 2, സത്യഭാമേ. സത്യഭാമയല്ല, ചത്തഭാമ എന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഐറ്റമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. അങ്ങനെ അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്, സത്യഭാമ. പിണ്ടോദരി, ഉരുണ്ടു പരന്ന് ഇരിക്കുന്ന ഒരുത്തി. കഞ്ഞി കുടിക്കാനല്ലേ നീ അഭിനയിക്കാൻ പോയത്? സ്നേഹയെ അധിക്ഷേപിച്ച് സത്യഭാമ. സത്യഭാമേനെ അറിയാത്ത മലയാളികളില്ലല്ലോ. സത്യഭാമ 2 വർഷം മുമ്പ് RLV രാമകൃഷ്ണനെ കറുപ്പ് പറഞ്ഞ് അധിക്ഷേപിച്ച അതേ സത്യഭാമ, പിന്നെ മീഡിയ എടുത്തിട്ട് കൊട്ടഞ്ഞ അതേ സത്യഭാമ. ഇടയിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു 34. ഇടയ്ക്ക് ഇങ്ങോട്ട് എന്തോ ഒരു വാതളകുമ്പോൾ വരും. പിന്നെ ഈ ഏത് മാഹിഷ്മതിയിലെ രാജ്ഞി ഇരിക്കുന്ന പോലെ ഒരു ഇരുത്താണ്. ബാഹുബലിയിൽ മറ്റേ മാഹിഷ്മതിയിലെ രാജ്ഞി ഇരിക്കുന്ന പോലെ ഒരു ഇരുത്തം. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും 34. ലെറ്റ്സ് വാച്ച് എന്താ പറയുന്നതെന്നുള്ളത്.
നമസ്തേ. നമസ്തേ. ഞാന് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. അയ്യോ അറിയാം. അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അങ്ങനെയാണ്. വിവരക്കേട് ചെയ്യുന്നവർക്ക് സ്വയം അതൊരു വിവരക്കേടായി തോന്നില്ല. പക്ഷെ അത് കണ്ടു നിൽക്കുന്നവരാണല്ലോ അത് വിവരക്കേടാണോ എന്ന് പറയേണ്ടത് നമ്മളോട്. അതേപോലെ തന്നെയാണ് വിവാദങ്ങളും. നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊരു വിവാദമായിട്ട് തോന്നിയില്ലെങ്കിലും അത് വിവാദമായി മാറുന്നത് ബാക്കിയുള്ളവർക്ക് അതിനകത്തൊരു വിവാദപരമായിട്ടുള്ളൊരു പരാമർശം എലമെൻറ്റോ ഉണ്ട് തോന്നുമ്പോഴാണല്ലോ. പിന്നെ സത്യഭാമ ചേച്ചി ഇതൊന്നും സമ്മതിച്ചില്ലല്ലോ. സത്യഭാമ ചേച്ചി അങ്ങനെയല്ലേ? ചേച്ചി പറ, ബാക്കി പറ. അപ്പൊ എനിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്തെ എന്നിട്ട് പറ. കുറേ പേര് എന്നെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആരും കുറേ പേര് അനുകൂലിച്ചിട്ടില്ല. എനിക്ക് എന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയറിനെ നശിപ്പിച്ചു അവര് എന്ന് തന്നെ ഞാൻ പറയും. കരിയർ അല്ലെങ്കിൽ എന്റെ ഈ കലയിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പൊന്നമ്മച്ചി, ഇനി എങ്ങോട്ട് മുന്നോട്ട് പോവാൻ? ഇനി എന്ത് കരിയർ? ഇനി എന്ത് മുന്നോട്ട് പോക്ക്? വേറെ കുട്ടികളെയും നോക്കി അവിടെ ഇരുന്നാൽ പോരെ? ചേച്ചി ഇനി ഇറങ്ങാൻ നിൽക്കുക. ചേച്ചിക്ക് മക്കളൊന്നുമില്ലേ? അവരാരും ചേച്ചീനോട് ഇനിയിപ്പോൾ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. അല്ല, ഈ വീഡിയോ എടുക്കുന്നതൊന്നും അവരൊന്നും പറയുന്നില്ലേ? ഒരാളിങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. ഇപ്പോൾ സത്യഭാമ എന്ന് പറഞ്ഞാൽ ഇവരുടെ കേസിൽ ഞാൻ എൻ്റെ പ്രോഗ്രസീവ് തോട്ട്സും തിങ്കിങ്ങും ഒക്കെ ഞാൻ സൈഡിൽ വയ്ക്കുകയാണ്. ഞാനൊരു ആസിഫോ വിക്കി തഗോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും ഞാൻ ഇവരുടെ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോടാണ്. എൻ്റെ പൊന്നുകളവി, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? അങ്ങനെ തന്നെ ചോദിക്കുക. എന്താ നിങ്ങളെ പ്രശ്നം? സത്യത്തിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു 10 പറഞ്ഞ് വൈറലാവട്ടെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നതാണോ? ഷെടാ, സ്ക്രാച്ച് ആൻഡ് വിന്ന് കലാമണ്ഡലത്തില് ഓട്ടം തുള്ളല് പഠിച്ച ഒരുത്തി. ഇവള് ഓട്ടം തുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത്. അറിഞ്ഞല്ലോ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബില് ഒരു സാധനമൊക്കെ പോകുന്നത് കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്ന. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ടാടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. സ്ത്രീയും പുരുഷനായിട്ട് തോന്നുന്നില്ല. ഇതെല്ലാം എന്റെ ഫോണിലുണ്ട്. ഉണ്ടോ? കേട്ടാ, നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? അത് എന്താ ചേച്ചിയുടെ ശുഷ്കാന്തി? അവസരം കിട്ടാൻ കാത്തുകയെന്ന് തിരിച്ചടിക്കാൻ. ഞങ്ങൾ ഫോണിലാണോ സേവ് ചെയ്യുക? ഞങ്ങളൊക്കെ ബ്രീഫ് കേസിലാക്കി എടുത്ത് വയ്ക്കല്ലേ. എൻ്റെ പൊന്നു കളവി, ഏതോ കാലത്ത് സ്ക്രാച്ച് ആൻഡ് വിന്നിൽ ഇങ്ങനെ വരച്ച് നോക്കിയപ്പോൾ ഒരു കലാമണ്ഡലം എന്ന് പറഞ്ഞ സാധനം കിട്ടിയപ്പോൾ എടുത്തിട്ടതല്ലേ. ഇവരൊക്കെ അത്യാവശ്യം അവിടെ പോയി പഠിച്ച് അങ്ങനെ കലാമണ്ഡലം പേര് പോലും ഒപ്പം വെക്കുന്നില്ല ഇവരൊന്നും. നിങ്ങളത് ആർഭാടമായിട്ട് വെച്ചു. നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ ഇങ്ങനെ വരച്ച് നോക്കിയപ്പോൾ കലാമണ്ഡലം എന്നാൽ പിന്നെ ഇത് വെക്കാം, അങ്ങനെ എടുത്ത് വെച്ച് നോക്കി നടക്കില്ലേ. എന്തിനാ ഈ തിളയ്ക്കുന്നത് ഈ പ്രായത്തിൽ? ഞാൻ പ്രായത്തിന് നോക്കി പറയുന്നില്ല, പക്ഷേ ഈ വ്യക്തിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഈ ലെവലിൽ പോയിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായോ? ഈ എന്ത് ചലിക്കുന്നത്? ഊത്തക്കവള്, ബോഡി ഷേമിങ്, ഇരുന്ന് അപരാധിച്ചുകൊണ്ടിരിക്കുക എന്നാണല്ലോ നിങ്ങൾക്ക്. സ്വയം ഒന്ന് നോക്കിക്കൂടെ? എനിക്ക് ഇത്ര പ്രായമായി, ഞാനിത് പറയാൻ പാടും. ഒന്ന് ആലോചിച്ചുകൂടെ എനിക്ക്? എടാ, ഇതിനൊന്ന് പിടിച്ചിട്ട ആളില്ലടേ വീട്ടിനകത്തൊന്നും. ഞാൻ അത് ആലോചിച്ച് നോക്കുന്നത്. ഈ അപരാധം മൊത്തം നമ്മൾ സഹിക്കണമല്ലോ എന്നുള്ളതാണ്. അതാണൊരു ഭീകരത്വത്തിൻ്റെ. എന്താ ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? കോലുമ കെട്ടി വെച്ച പോകുന്നുണ്ട് ആരോ. അവിടുന്ന് അനങ്ങുന്നില്ല. അനങ്ങിയ തവിട് കൂടിയായിട്ട് വീഴും. എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചാൽ പോകുന്നുണ്ടാവും. എല്ലാം അങ്ങനെ ഒരു എവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാ മറ്റേ ഫെവിക്കോൾ ഇട്ടിട്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങി എല്ലാം പൊളിഞ്ഞാടും. വെച്ച് കെട്ടി വെച്ചിക്കുക എല്ലാം മുട്ടിയടക്കം അങ്ങോട്ട് എല്ലാ സാധനങ്ങളും. ഇത്ര പ്രായമില്ലേ? ഉണ്ടായിരുന്നാ പോരെ. പറഞ്ഞ് വായ തുറന്ന അപരാധം മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ എൻറ്റയർ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ ഒരു പ്രായമായവർ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളെ സ്ക്രിപ്റ്റ് എഴുതി തന്നാൽ മഹാപൊട്ടനാ. മറിമായ യൂട്യൂബ് ചാനലിൽ വരുന്ന ഐറ്റൊന്നുമല്ല റീൽസ് ഓളി തള്ളാൻ. ഇത് കേൾക്കണം, അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഓളാണെങ്കിൽ ഓളെ വീട്ടിൽ പോയി പറഞ്ഞാൽ പോരെ? ഞങ്ങളെ കേൾപ്പിക്കണം. കേസുള്ള എന്റെ
എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്ത് പറ്റി കളിക്കാൻ? എന്ത് കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ? എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണേ? ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടോ? തുള്ളലാണോ തുള്ളുന്നേ? അതെ. നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും, എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ കേട്ടാ. നീ ആരെ കൂടിയൊക്കെ ഞാൻ കളിക്കാം. ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. മനസ്സിലായ? നീ നിന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്. മനസ്സിലായ? നീ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ഇല്ല. ചുന്തരിക്കോതയെന്ന് വിളിക്കാം. ചുക്കുടി ചുഞ്ചരിക്കോതയെന്ന് വിളിക്കാം. സത്യഭാമ ചുന്തരിക്കോതയെന്ന് വിളിക്കാം. അയ്യോ, ഓരോ പ്രായത്തിൽ ഓരോരുത്തർക്കും ഓരോന്ന് തോന്നും. നമ്മളെ തെറ്റാണ്, എൻ്റെയൊക്കെ തെറ്റാണ്. ഞാനൊന്നും ഇങ്ങനെ അവരൊന്നും പറയാൻ പാടില്ല. പറയുന്തോറും ഇതിനൊക്കെ ഇങ്ങനെ കൂടിക്കൂടി കയറി വരികയുള്ളൂ. ബൈ ദ വേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പം ഈ ലേഡിക്ക് ഇവരോട് ഇത്ര ദേഷ്യം എന്നുള്ളത്, അല്ലേ? ഇത് നമുക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. ബേസിക്കലി എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. വിഷയം വേറെ ഒന്നുമല്ല. ഇവർ അന്ന് RLV രാമകൃഷ്ണനുമായിട്ടുള്ള വിഷയം വന്ന സമയത്ത് ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഓക്കെ ലൈക്ക് ഈ സത്യഭാമ എന്ന് പറഞ്ഞുള്ള ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പറയാനുണ്ടായ കാരണം RLV രാമകൃഷ്ണനെ സ്നേഹ അനുകൂലിച്ച് സംസാരിക്കാനുണ്ടാകുന്ന റീസൺ എന്താണെന്നുള്ളത് അന്ന് മീഡിയാസ് പോയപ്പോൾ സ്നേഹനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അവരന്നൊരു ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉത്തരമാണ് ഇവരെ പ്രൊവോക്ക് ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ. അപ്പോ രാമകൃഷ്ണേട്ടന് ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട്, ഈ വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത്? അവർക്ക് തന്നെയാണ്. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 66 വയസ്സായി, എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത് എന്ന്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നതും. പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായ സന്ദേശം നൽകുന്ന രീതിയിലാണ് ഒരു അധ്യാപിക എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ സ്ത്രീ പറഞ്ഞത്. അതിനോട് എനിക്ക് 100% എതിർപ്പ് തന്നെയാണ്. 1% ആൾക്കാർ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു. അവര് അതിന് കാരണമായി പറയുന്നത് മോഹിനിയാട്ടത്തിനെയും നൃത്തത്തെയും അതിന്റെ ആഹാര സൗന്ദര്യത്തെ പറ്റിയിട്ടൊക്കെയാണ്. എന്ത് തന്നെ ആയാലും ഏത് കലാരൂപത്തെ പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിലും കറുപ്പ്, കാക്കയുടെ കറുപ്പ് അല്ലെങ്കിൽ പെറ്റതള്ള സൈക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത്രയും എനിക്ക് എതിർപ്പാണ് അവരോട്. ഇതായിരുന്നു അന്നത്തെ സ്നേഹയുടെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ കണ്ടിട്ടാണ് ഈ ലേഡിക്ക് ഇത്രയും പൊട്ടിയാൻ, ലേഡിയല്ല തള്ളച്ചിക്ക് ഇത്രയും പൊട്ടിയത്. ഇനി കമൻറ്റ് ബോക്സിൽ പോയി നോക്കി, എൻ്റെ പൊന്നെ, കമൻറ്റ് ബോക്സിൽ ഒരു സാധനം അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെ വീഡിയോയുടെ. ഓക്കെ, അതെന്തോ ഒരു എന്താ പറയുക കരിയർ ഗ്രോത്ത് പരിപാടിയാണ്. അപ്പോൾ അതിനൊരാൾ കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ഉഷാറായി, പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോഴാണോ താങ്കളുടെ കരിയർ ഗ്രോത്ത് എന്നുള്ളൊരു സാധനം എഴുതി അവരിട്ട ആ സാധനം, അതായത് പ്രമോഷൻ പിൻ ചെയ്ത് വെച്ചപ്പോൾ അതിനിടയിൽ ചോദിച്ചു. അതിൽ ഇവർ തിരിച്ചു കൊടുത്ത റിപ്ലൈ ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇത് ഇവരോട് മാത്രമല്ല, ഇയാൾക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് ഇവർ റിപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത് മാത്രമേ വായിക്കുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ സൈഡിൽ വയ്ക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു. ഞാനിത് വായിക്കുമ്പോൾ, നിൻ്റെ തള്ളയുടെ 16ഉം നിൻ്റെ തന്തയുടെ 90ഉം കഴിഞ്ഞ് എന്തായാലും ഞാൻ കാല് വയ്ക്കൂ, അത് നീ ഉറപ്പിച്ചോ എന്ന്. അത് ആലോചിച്ച് കൂടാ. ആ കമൻ്റ് ഇട്ടതിനോട് നേരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചേക്ക്. എന്താ അവസ്ഥയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു വർത്തമാനമൊന്നുമല്ല തള്ളയ്ക്ക് കൂടി എന്തോ ഐറ്റം പിടിച്ചിരിക്കുകയാണ്. മക്കളൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മക്കൾ പോട്ടെ, ഇത് താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുള്ള ഉറുമ്പും മറ്റേ കൊതു അടക്കം സഹിക്കുന്നുണ്ടാവില്ല. കാരണം അമ്മാതിരി വിഷം അവിടെ ഇരിക്കുമ്പോഴേ പുറത്തുനിന്ന് വേറെ കൊതുകുതിരിയോ വിഷമോ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ പോയ്സൺ മതിയായിരിക്കും. ഒരു ജീവജാലങ്ങളും ഇതിൻ്റെ ചുറ്റും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ തള്ള ഒരു വഴിക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് തള്ളേൻ്റെതായിട്ടുള്ള പരിപാടികൾ ചെയ്ത് നോക്കി വീണ്ടും നാട്ടുകാർ പിടിച്ച് പഞ്ഞിക്കിട്ട് വിട്ടിട്ടുണ്ട്.
തള്ള പക്ഷെ ഒതുങ്ങൂല, ബാക്കിയുള്ളവരെ പോലെയല്ല. തള്ള ഇനിയും വരും, ഇനിയും വരും, അവൾ ഇനിയും വരും, വരട്ടെ. ഇനിയൊരു പോലീസുകാരൻ്റെ ഒരു പോസ്റ്റാണ്, SI ഷാനവാസ്. ഇങ്ങനെ കുറേ വൈറലായതാണ്, ഇങ്ങനെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞൊരു പരാമർശം, ഒരു വേദിയിൽ ഒരു അവയർനെസ് കാര്യം പറയുന്നതിനിടയിൽ, ലഹരിക്കെതിരെയുള്ള ഒരു അവയർനെസ് പറയുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, രാത്രി 7 മണി കഴിഞ്ഞാൽ ആൺകുട്ടികളെ വീടിന് വെളിയിൽ വിടരുത്. ഇത് ഭയങ്കര വൈറലായി ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. നമുക്ക് ആദ്യം എന്താണ് ആ സാറ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. MDMA പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, രാത്രി ഞാനിത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു, ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി, ഒരെണ്ണം മടിയിൽ കിടന്നു, അമ്മയെടുത്ത് നോക്കിയത്. അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിൻ്റേതാണ്, ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്, നീ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ വരണം, അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം. അവൻ്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളൊക്കെ കണ്ണെഴുതുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, കണ്ണ് തൂങ്ങുക എന്ന് പറയും നമ്മൾ ചിലപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും. അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണെഴുതുന്നത്. ചിലപ്പം നമ്മുടെ കുട്ടികൾ രാത്രി 7 മണിക്ക് ശേഷം പുറത്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഇവിടെ തന്നെ പലരെയും കാണാറുണ്ട്, രാത്രി 1 മണിക്കും 2 മണിക്കും ചായ കുടിക്കാൻ നമ്മൾ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പം ചായ കുടിക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരിക്കലും അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ചായ കുടിക്കാൻ പോകുന്നത് ചോദിക്കാനും പോവോ? ചോദിക്കാൻ പറ്റില്ല. പക്ഷെ പേരൻസിന് ചോദിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഒരു രാത്രി 9 മണിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ രാത്രി 2 മണിക്കും 3 മണിക്കാണ് ആഹാരം കഴിക്കുന്നത്. നമ്മൾ അതിനകത്തൊരു ചിന്ത നമ്മളിൽ തന്നെ വരണം. ഇതാണ് ആ ഒരു വിവാദമായ പരാമർശം. എനിക്കിതിനോട് എതിർപ്പാണ്, ഞാനുള്ള കാര്യം പറയാം. കാരണം ഇതൊരു പോലീസ് ഓഫീസർ പറയേണ്ട, കാരണം അങ്ങനെ പറഞ്ഞ ലഹരിയോടും ലഹരിയെക്കുറിച്ചും അതൊക്കെ പറഞ്ഞത് ഞാൻ ഓക്കെ, പാരൻസ് നോക്കണം, കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതിൻ്റെ ഓഡിറ്റ് വയ്ക്കണം, എല്ലാം വേണം. കുട്ടികളെ നിങ്ങൾ വിട്. ഇവിടെ ഒരു മുതിർന്ന ഒരു 30 വയസ്സ് കഴിഞ്ഞ് ഒരു 40 വയസ്സ് കഴിഞ്ഞ് ആണിനോ പെണ്ണിനോ ഇവിടെ രാത്രി സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ടൗണിൽ അത്യാവശ്യം എന്നും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോ? മേ ബി മെട്രോ സിറ്റീസിൽ ടിൽ 12 o'clock, നോട്ട് ആഫ്റ്റർ ദാറ്റ്. ഞങ്ങളൊക്കെ നാട്ടിൽ 7-8 മണിയാകുമ്പോഴേ പൂട്ടിപ്പോവും. ഏത് പിന്നെ ആരുമില്ല നാട്ടിൽ, കടയില്ല, ഒന്നുമില്ല. നമുക്കൊരു ഫുഡ് കഴിക്കാൻ, നമ്മൾ ചായ കുടിക്കാൻ തന്നെ ഇറങ്ങുമ്പോൾ KSRTCൻ്റെ മുന്നിൽ ഏതെങ്കിലും 1-2 കട ഉണ്ടാവും, അഷ്റഫാക്കി ഇറങ്ങി തുറന്ന് വെച്ചിട്ടുണ്ടാവും, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പെരുന്നാൾ മഞ്ചേരി വരെ പോകണം, അപ്പം പോലീസ് പിടിക്കും. ഒരു പോലീസ് ഓഫീസറായിട്ട് സാർ ഇങ്ങനെ ഇരുന്നിട്ട് സാറിനെ കൊണ്ടും സാറിൻ്റെ ടീമിനെ കൊണ്ടും കേരളത്തിൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് രാത്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഫെയിലിയർ ആണെന്നല്ല നിങ്ങൾ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കള്ളനും കൊള്ളക്കാരനും ലഹരി കച്ചവടക്കാരനും രാത്രികളിൽ ഇവിടെ കേരളത്തിൻ്റെ തെരുവുകളിലൂടെ വിഹരിക്കുകയാണ്, അവർ വിലസുകയാണ് എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതാണ് ഇവിടുത്തെ റിയാലിറ്റി, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ സർക്കാർ നൈറ്റ് ടൂറിസം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ടൈമാണിത്, പ്രൊമോട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തൊരു സമയമാണിത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സംഭവിക്കുന്നത് എന്താ? നേരെ ഓപ്പോസിറ്റാണ് പോലീസ് സിസ്റ്റം. രാത്രി വെച്ചൊക്കെ നമ്മളിപ്പോൾ സാറ് പറഞ്ഞല്ലോ, എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ പോയാൽ എന്താ രാത്രി ഒരാൾക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ ചായ കുടിക്കാൻ പോകും. ഈ നാട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഏത് സമയമാണ് അസമയം എന്ന് മറ്റേ സിനിമയിൽ, ക്യൂൻ സിനിമയിൽ നമ്മളെ ഇങ്ങനെ സലീം കുമാർ ചോദിച്ച പോലെ ഏതാണ് ആ അസമയം? സാറൊന്ന് പറഞ്ഞു, 7 മണി കഴിഞ്ഞ അസമയമാണോ? പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത സമയമാണോ? ലഹരി കച്ചവടക്കാരെ നിങ്ങൾ അടിച്ചു പൂട്ടി സൈഡാക്ക്. ലഹരി കച്ചവടം രാവിലെ നടക്കുന്നുണ്ടെങ്കിൽ രാവിലെയും പുറത്തിറങ്ങാൻ പാടില്ല. ആ ഒരൊറ്റ കാര്യം, ഇത് എല്ലാ ഓഫീസേഴ്സും എല്ലാ പോലീസുകാരും പറയുന്ന ഒരു ഐറ്റം. രാത്രി പുറത്തിറങ്ങുന്നുണ്ട്, രാത്രി ഭയങ്കര. പിന്നെ എന്തിനാ നിങ്ങൾ കാക്കിയിട്ടിരിക്കുന്നത്? എന്തിനാണ് ശമ്പളം വാങ്ങി കാക്കിയിട്ടിരിക്കുന്നത്? സാധാരണക്കാരൻ്റെ നെഞ്ഞത്ത് കയറി ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിക്കാനും, സാധാരണക്കാരൻ്റെ നെഞ്ഞത്ത് കയറിയിട്ട് അവന് ലാത്തോണ്ട് തലടിച്ച് പൊട്ടിക്കാനും ഇതാണോ നിങ്ങളുടെ ആവശ്യം? ഇതാണ് നിങ്ങളുടെ പരിപാടി? ഇതിനാണോ നിങ്ങൾ കാക്കിയിട്ടിരിക്കുന്നത്? ലഹരി മാഫിയ, ഹവാല, മണ്ണ് മാഫിയ, അങ്ങനെ പല പല മാഫിയകളും ഈ നാട്ടിൽ കിടന്ന് വിലസുക നട്ടപ്പാതിരയ്ക്ക്. രാത്രി അവരാണ് ഇവിടെ ഭരിക്കുന്നത് പല നാടുകളിലും. പെരുമ്പാവൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോലീസില്ല, ബൈ വേൾഡാണ്, ബൈ ലോഗ്, അങ്ങനത്തെ അവസ്ഥയിലാണ്. അങ്ങനത്തെയൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നാട്ടുകാരെ ഒന്നും ഉണ്ടാക്കരുത്. 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളെ പിടിപ്പീട്, നിങ്ങളെ കഴിവുകേട്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെയിലിയറാണത്. അതിനാണ് നിങ്ങളെ നാട്ടുകാർ പിടിച്ചിട്ട് എന്ത് ചെയ്തത്? സർ എയർ കയറ്റി വിട്ടത്. വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ ആ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ എയർ പോയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലെ കണ്ടൊരു ഐറ്റമാണ്, കാമുകിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വാഹനാപകട നാടകം യുവാവും സുഹൃത്തും
പിടിയിൽ അമ്പട്ട ഗൊമ്മാലേ. ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് പെൺകുട്ടി അടൂരിൽ നിന്ന് ഒരു കോച്ചിങ് സെന്ററിൽ പോകുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ആ പെൺകുട്ടിയെ പിന്തുടരുകയാണ് ഈ കാമുകനായ ഈ രഞ്ജിത്ത് രാജന്റെ സുഹൃത്തായ അജാസ്. ആ വൈറ്റ് കാർ നമ്മൾ CCTV കണ്ടത് അജാസിന്റെ കാറാണ്. അങ്ങനെ ആ കാർ പിന്തുടർന്ന് ഇവിടെ എത്തിയപ്പോൾ അജാസ് ആ പെൺകുട്ടി ഇടിച്ചിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ്. തൊട്ടുപിറകെ മറ്റൊരു കാറിൽ ഈ രഞ്ജിത്ത് ഇവിടേക്ക് നാടകീയമായി ലാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ സംസാരിച്ച റോസമ്മ ചേച്ചിയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന ആളുകളോട് എന്താണ് അപകടമാണോ, ഞാൻ ഈ കുട്ടിയുടെ ഭർത്താവാണ് എന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ നാട്ടുകാർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഭർത്താവ് എന്തിന് അങ്ങനെ പിന്തുടർന്ന് വരണം, ഒരുപാട് സംശയമുണ്ട്. എന്തായാലും അയാൾ തന്നെ കാറിൽ കയറ്റി പെൺകുട്ടിയെ പിന്നീട് കോന്നിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സാധാരണ ഒരു അപകട കേസ്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ദേഹത്തെല്ലാം ഉരച്ചിലും ചെറിയ കൈക്കുഴിക്ക് തെറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് എന്ത് ചെയ്തു, വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ച് നടന്ന വാഹനാപകടം എന്ന രീതിയിൽ പോലീസ് ഇവിടെ എത്തി അന്വേഷിക്കാനെത്തി. പത്തനംതിട്ട SI ഷിജു P സാം അടക്കമുള്ള സംഘം ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർക്കും കുറേ സംശയങ്ങൾ, പ്രത്യേകിച്ച് ആളുകൾ പറയുന്നതിലുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി അവിടെ നിന്ന് CCTVകൾ ശേഖരിച്ചു തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി ഇവർ വന്ന വഴിയിലൂടെ പോലീസും പിന്തുടർന്ന് ആ ഒരു പിന്നാലെ പോയി. അങ്ങനെ ഓരോ CCTVകൾ എടുത്തു വന്നപ്പോഴാണ് ഇതിലെ ട്വിസ്റ്റ് മനസ്സിലായത്. ഇതൊരു അപകടമല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയും ഈ രഞ്ജിത്തുമായി ഒരു അടുപ്പത്തിലാണ്. അപ്പോൾ രഞ്ജിത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റണം, അനുകമ്പ പിടിച്ചു പറ്റണം, നല്ല ചെറുപ്പക്കാരനാണെന്ന് പറയണം. അപ്പോൾ ഒരു അപകടമുണ്ടാക്കി അതിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ രക്ഷകനായി അവിടെ അവതരിച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം, അങ്ങനെ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാം എന്ന വലിയൊരു സിനിമാ കഥയിലൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള ഒരു ഐഡിയ, തലതിരിഞ്ഞ ഐഡിയ ആണ് ഉണ്ടായത്, രഞ്ജിത്തിനുണ്ടായി. അങ്ങനെയാണ് രഞ്ജിത്ത് ഇവിടെ ലാൻഡ് ചെയ്ത് ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെൺകുട്ടിയുമായി എത്തിയത്. പക്ഷേ പോലീസ് CCTV കണ്ടെത്തി ഇതിലെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി. അപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവഹാനി സംഭവിക്കുന്ന രീതിയിൽ അപകടമുണ്ടാക്കിയ കേസാക്കി നിലവിലെടുത്ത വാഹന അപകട കേസിനെ ഇത്തരമൊരു കേസാക്കി, അതായത് വധശ്രമത്തിന് തുല്യമായ വകുപ്പുകളാണ് ഈ നരഹത്യാശ്രമം എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് ആ കേസ് മാറ്റി, പെൺകുട്ടിയുടെ മൊഴി അങ്ങനെ മാറ്റി. അങ്ങനെ പോലീസ് ഇന്നലെ ഈ രഞ്ജിത്തിന്റെയും ഒപ്പം തന്നെ സുഹൃത്തായ അജാസിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇരുവരും റിമാൻഡിലായിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ പോയതാണ് നമ്മുടെ നായകനും നായകന്റെ സുഹൃത്തും ഇപ്പോൾ ജയിലിലാണ്. 90കളിലെ 2000ന്റെ തുടക്കത്തിലൊക്കെ മലയാളം സ്ക്രിപ്റ്റിലുള്ള എന്തോ സാധനം ചുരണ്ടി എടുത്ത് പോയ മണ്ടേഷികളെ ഇതിൽ പണി പറ്റിച്ചത് ഫ്രണ്ടിന് ശേഷം ആവേശം മൂത്തതാ. സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്രണ്ട് കയറി ഇടിച്ചു കുത്തിയിട്ട് ഫ്രണ്ട് മറ്റേ ശരിക്കുള്ള റിയൽ അഭിനയമാണ് പുറത്തിട്ട് ഇടിച്ചാണ് ഇട്ടാ പെണ്ണിനെ. 1-2 കാര്യങ്ങൾ എനിക്കിതിൽ ദുരൂഹമായിട്ട് തോന്നുന്നുണ്ട്. കാമുകനും കാമുകിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി അറിയാതെയാണോ അവന്മാർ ഈ പ്ലാനിട്ട്? പെൺകുട്ടി അറിയാതെ പെൺകുട്ടിയുടെ ഫാമിലിനെ ഇമ്പ്രസ് ചെയ്യാൻ പ്ലാനിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. കാരണം ഇങ്ങനെ പല ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ പലതും ചെയ്ത് കൂട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് അല്ല, ഈ പെൺകുട്ടി അറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പോലീസ് കണ്ടുപിടിക്കണ്ടേ? പെൺകുട്ടിയും കൂടി അറിഞ്ഞൊരു സ്ക്രിപ്റ്റ് കേരളത്തിൽ ഓടുന്നുണ്ട് കേട്ടോ കുറേ. ഷാജഹാൻ്റെയും നിഷാൻ്റെയും സ്ക്രിപ്റ്റിന് ശേഷം ഇതാണ് മെയിൻ. അങ്ങനെ ഇത് പെൺകുട്ടിയും കൂടി അറിഞ്ഞ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ പറ്റിക്കാൻ പെൺകുട്ടിയും കൂടിയും ചേർന്ന് നടത്തിയ ഒരു നാടകം എന്നല്ലേ പറയണ്ടേ? അത് അജാസിൻ്റെ കയ്യിൽ നിന്ന് പോയി, ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് പോയി ഒടിച്ച് കയറ്റി. അങ്ങനെയല്ലേ വരണ്ടേ? ഇപ്പോൾ ഈ പെൺകുട്ടി വീണ് കിടക്കുമ്പോൾ ബാക്കിൽ കാമുകം വരുന്നു, ഭർത്താവാന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഒന്നും റിയാക്ട് ചെയ്തില്ലേ അവിടുന്ന്? അപ്പോൾ മേ ബി ഒന്നിനും പാനിക്കായിട്ടുണ്ടാവും കുട്ടി. എന്നാലും കാമുകനെ കാണുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവില്ല ഒന്നും ഇത് കാമുകന അതോ വൺ സൈഡ് ലവ് ആണെന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. അങ്ങനത്തെ കുറേ ക്ലാരിറ്റി കമ്മി ഇതിനകത്തുണ്ട്. അറിയില്ല, ഇനി രാത്രി ആകുമ്പോഴത്തേക്ക് കുറേ ബൈറ്റും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടും. എന്താണെന്നുണ്ടെങ്കിലും 2026ൻ്റെ തുടക്കത്തിൽ തന്നെ ലോകമണ്ടന്മാരെ കാണാൻ പറ്റിയതിൽ ഒരു സന്തോഷം. ഇനി അതിനിടയിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബൈക്ക് പോയ സമയത്ത് സ്ത്രീകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ വായിക്കുമ്പോൾ മഞ്ജു വാര്യരെ അവഹേളിച്ചിട്ടൊരു പോസ്റ്റ് പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഇന്നർ മീനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ ഈ മഞ്ജു വാര്യർ വിഷയത്തിലിട്ട പോസ്റ്റ്. അത് ഞാനിവിടെ വെക്കുന്നുണ്ട്. മാസത്തിലെ 15 ദിവസം മാസമുറ ആകാശത്തിൻ്റെ കുറ്റവും ആകാത്തതിൻ്റെ കുറ്റവും, എൻ്റെ മലയാളം അറിയാലോ കുറച്ച് സീനാണ്. അപ്പം എന്താണെങ്കിൽ ഞാൻ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചോ. ഞാനായിട്ട് വായിച്ചോ, നിങ്ങളെ മടുപ്പിക്കുന്നില്ല, ചുമോ ആവുന്നില്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പേരെടുത്തിട്ട് എന്ത് ചെയ്തു, ഇതെന്താ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? അപ്രിഷ്യേറ്റ് ആണെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്ത് പോകണം. ഇതിങ്ങനെ തഴുകി തലോടി പിന്നൊരു തല്ലും വെച്ചിട്ട് പോണ പോലത്തെ ഒരു അപ്രിസിയേഷൻ ആയി പോയില്ല എന്നുള്ള രീതിക്ക് പലരും ഇതിൻ്റെ കമൻറ്റ് ബോക്സിനകത്തും പിന്നെ ഇത് റീഷെയർ ചെയ്തിട്ട് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു പോയ സമയത്താണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫ് അവരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയച്ചു എന്നറിയാൻ കഴിഞ്ഞത്. പ്രാഗി ക്യാൻസർ വരുത്തുന്ന വിദ്യാശക്തിയുള്ള ഖുജയുടെ ഭാര്യ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാര്യയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ട് യുവതി
ഓക്കെ, ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ശബ്ദ സന്ദേശം. നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ത് മനസ്സിലായിട്ടാണ്? നിങ്ങളത് മര്യാദയ്ക്ക് വായിച്ചോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടാണ് നിങ്ങൾ ഈ സാധനം എഴുതിയിട്ടിരിക്കുന്നത്? അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് എഴുതിയിട്. ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫാണ്, എനിക്കും PCOD ഉള്ള ആളാണ് ഞാൻ, മനസ്സിലായോ? അതെന്താണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആദ്യം ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചാടിക്കയറി പോസ്റ്റ് ഇട്. നിങ്ങൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ കാരണം നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, പക്ഷേ കാര്യം മനസ്സിലാക്കിയിട്ട് ഒരാളെ വിമർശിക്കുക. ഓക്കെ. ഇവർക്കൊക്കെ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടോയെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഭാര്യയ്ക്ക് പറയുകയാണെങ്കിൽ ഭാര്യൻ്റെ പ്രൊഫൈലിൽ നിന്ന് പറഞ്ഞാൽ പോരെ, ഭർത്താവിൻ്റെ പ്രൊഫൈലിൽ നിന്ന് കയറി പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ എയറിലായി. അയാൾ ഓൾറെഡി എയറിലാണ്. അയാളെ കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൃത്യമായി ഹാൻഡിൽ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള സീനുകളൊക്കെ അയാൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ കൂട്ടിക്കൽ ജയചന്ദ്രന് ഇങ്ങനൊരു എയർ പിടുത്തം കൂടി. ഇപ്പോൾ നമ്മൾ ഇട്ടൊരു പോസ്റ്റിൽ പലതും റിയാക്ട് ചെയ്യും. അതിൽ നമുക്ക് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് അതിനൊരു കമൻറ്റ് ബോക്സിൽ നമുക്ക് തന്നെ കമൻറ്റ് ഇട്ട് പോകാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 10 ആൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു വ്യക്തി നമ്മൾ ഇപ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോൾ സ്നേഹ വന്ന് സംസാരിച്ചാലടക്കം, എൻ്റെ പ്രൊഫൈലിൽ നിന്ന് സ്നേഹ കയറി മെസ്സേജ് അയച്ചാലടക്കം അതെടുത്ത് വെച്ച് കണ്ടൻറ്റും വൈറലും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് നമ്മളെ തലേക്ക് തന്നെ ബൂമറാങ്ക് മാതിരി വരുന്നത്. അതൊരു ഒരു സമയത്ത് അങ്ങോട്ട് തോന്നും ചെയ്യാൻ, പിന്നെ ചെയ്തതിന് ശേഷമായിരിക്കും അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഇതിപ്പോൾ അവർക്ക് ആ അവസ്ഥയായിട്ടുണ്ടാവും. ഭർത്താവിന് വേണ്ടി സംസാരിക്കാൻ ചിലരുടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്താണെങ്കിലും അത് അവിടെ ഇങ്ങനെ എയർ പിടിച്ചൊരു സൈഡിൽ പോകുന്നുണ്ട്. അടുത്തത് ഓൾറൗണ്ട് കൺസ്ട്രക്ഷനിലെ ലത്തീഫ് അങ്ങേരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. കിണർ പണി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടാണ് കിണർ പണി എടുക്കാറ്. അത് ഇങ്ങനെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതായത് കിണർ നന്നാക്കാൻ ആദ്യം അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. അതായത് വെള്ളത്തിൻ്റെയും ഈ കുറച്ച് മുകളിലായിട്ട് കുറേ പലകയും സാധനവും ടാർപ്പായും മറ്റേ ഓലം ഒക്കെ ഇട്ടിട്ട് മൂപ്പര് പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. അവിടെ നിന്നിട്ടാണ് മൂപ്പര് എന്ത് ചെയ്യുക, കിണറിൻ്റെ മുകളിലൊക്കെ പടുക്കുക, അല്ലെങ്കിൽ തേക്കുക, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുക. അടിയിൽ വെള്ളത്തേക്ക് ഇതൊന്നും വീഴാൻ അവർ സമ്മതിക്കില്ല. ഒക്കെ ടാർപ്പായ എന്ന് ലാസ്റ്റ് ചുറ്റെടുത്തിട്ട് വേസ്റ്റ് കളയും. അങ്ങനെ ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോം പൊളിഞ്ഞിട്ട് ആൾ താഴെ പോകുന്നൊരു വീഡിയോ. ഇത് കുറേ ആൾക്കാർ ഇത് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അയ്യോ ഇതിപ്പോൾ സംഭവിച്ചതാണ്, ഇയാൾക്ക് എന്ത് പറ്റി, ലത്തീഫിന് എന്ത് സംഭവിച്ചു എന്നുള്ള പേടിയില്ല, ഒരു കൺസേൺ. കാരണം ലത്തീഫ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇവനേ ഉള്ളൂ എന്നുള്ള രീതിക്ക് അങ്ങോട്ട് വൈറലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെ NH ഇടിഞ്ഞ് വീണ സമയത്ത് മലപ്പുറത്ത് മൂപ്പര് അതിന് മുന്നേ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെ മൂപ്പര് കുറച്ച് വൈറലായിരുന്നു. പിന്നെ പൊതുവേ മൂപ്പരുടെ ആ ഒരു എന്താ പറയുക സ്ട്രീറ്റ് സ്മാർട്ട് ലെവൽ സംസാരവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്ന പരിപാടിയാണ്. പിന്നെ മൂപ്പരുടെ സ്മാർട്ട്നെസ് ഉണ്ട്, സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്കുമാണ്, ബട്ട് അത് സ്മാർട്ടാണ്. അങ്ങനെ ചെയ്യുന്ന ഓരോ സാധനങ്ങൾ അങ്ങനെ ശരിക്കും പേരുമല്ലോ, ഓൾറൗണ്ടറാണ് ഇങ്ങനത്തെ പണീൻ്റെ ഒക്കെ കാര്യത്തിൽ. കിണർ പണിയാണ് അങ്ങേരുടെ മെയിൻ ഫോക്കസ്, USP. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ എന്ത് സംഭവിച്ചു, അയ്യോ ഇതിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ഭയങ്കരമായ ക്യൂരിയോസിറ്റിയും ആളുകൾ ഭയങ്കര ചർച്ചയായി. ഇത് ചർച്ച ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചെങ്കിൽ വൈ ആം സ്റ്റോപ്ഡ് സോഷ്യൽ മീഡിയ 2025 എന്ന് പറഞ്ഞൊരു ടൈറ്റിലാണ് ഇദ്ദേഹം ഇട്ടിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ടൈറ്റിൽ വെച്ചിട്ടുള്ളത് ഇതാണ്. അത് ഭയങ്കര മിസ്ലീഡിങ് ആയിരുന്നു. ലത്തീഫിന് അത്യാവശ്യം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാത്ത വ്യക്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ്. ഓക്കെ, കൂട്ടത്തിലുള്ളവർക്കും അത് കൃത്യമായിട്ട് അറിയാം. ഞാൻ സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോകാൻ കാരണം ലത്തീഫിനെ ഞാൻ അതിന് കുറച്ച് ദിവസം മുമ്പ് ഫുട്ബോൾ കളിക്കും കാര്യത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാർ മലപ്പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഫുട്ബോളിനൊക്കെ പോകാറുണ്ട്. ഞാൻ മാനേജറായിട്ട് ഒരു കളിക്കും. ഞാൻ അവിടുന്ന് ലത്തീഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ ഇത് ഇന്നലെ സംഭവിച്ചാണോ മിഞ്ഞാന്ന് സംഭവിച്ചാണോ, നമ്മൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുക. സേഫ് ആണോ ഇല്ലയെന്ന് അറിയാൻ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും മൂപ്പര് ഒരു പ്രോപ്പറായി റിപ്ലൈ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂപ്പര് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെയാണ് മനസ്സിലായത് ഇത് പഴയ വീഡിയോ ആണ്, 2024 സംഭവിച്ച വീഡിയോ ആണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ലത്തീഫിൻ്റെ അക്കൗണ്ടിൽ എവിടെയും ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. ലത്തീഫ് എവിടെ ഇട്ടിട്ടില്ല. ഏതൊരു കോണ്ടന്റ് ക്രിയേറ്റർ മലപ്പുറത്ത് തന്നെ വിളിച്ച സമയത്ത് ലത്തീഫ് ഇത് 2023-24 എന്നുള്ള ഒരു വർഷത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് അത് അധികം ഓടിയില്ല. പക്ഷേ ഒരുപാട് ക്രിറ്റിസിസം ഇതിൻ്റെ പേരിൽ വന്നു. അതായത് നീ അക്കൗണ്ട് ഡൗൺ ആയ സമയത്ത് റീച്ച് ആകാൻ വേണ്ടിയിട്ടല്ലടാ ഈ സാധനം എടുത്തിട്ടിട്ട് വൈ ആം സ്റ്റോപ്പിംഗ് സോഷ്യൽ മീഡിയ 2025 എന്ന് പറഞ്ഞ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്നെ എടുത്തത് അയാളെ ഏറെ പിടിച്ചടിച്ച്. ബ്രോസേ അറിഞ്ഞില്ല, ഇന്നലെ മുതൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ലത്തീഫായി കിണറിടിഞ്ഞ് വീണ് ആകെ പരിക്കൊറ്റി ആകെ എന്തൊക്കെ ജഗബോഗാക്കി നടക്കുന്നുണ്ട്. പക്ഷെ അത് പഴയ സാധനമാണ്.
അത് ഇപ്പൊ രണ്ടാമത് എടുത്തിട്ടാണ്. അത് എന്തിനാണെന്നാണ് മനസ്സിലാത്തത്. ഇപ്പൊ റീച്ച് കുറഞ്ഞു നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് റീച്ചും വ്യൂവേഴ്സും ഒക്കെ ഒന്ന് കൂട്ടാനുള്ള പരിപാടിയാണ്. ഇത് ലത്തീഫിനോട് പറയാനുള്ള വെച്ചാൽ ലത്തീഫ് അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി നടന്നത് എന്നുണ്ടെങ്കിൽ അന്റെ കാര്യം കട്ടപ്പുകയാണ്. അന്നെ ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റിച്ചുകാണ്ട് ചതിച്ചുകാണ്ട് വേദനപ്പെടുത്തിക്കാണ്ട് ഇതിങ്ങനെ റീച്ച് കൂട്ടാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാന് വ്യക്തിപരമായിട്ട് അന്നെ പരിചയമുള്ളതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ റീച്ച് കുറവുള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയണത് എന്താ വെച്ചാല് ഓന്റെ കളിനെയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം കട്ടപ്പൊക്കെ. കാരണം ഇത് ഇനി കിണറിറങ്ങാനുള്ളതാണ്. കിണറുമ്പണി തന്നെയാണ് എനിക്ക്. ഇതൊക്കെ മേലെ ഒരാൾ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായിക്കോട്ടെ. സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാനും വ്യൂവേഴ്സ് കൂട്ടാനൊക്കെ തെണ്ടിത്തരം ചെയ്താലേ അതൊക്കെ മേലെ ഒരാൾ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഇത് ഇജി അറിഞ്ഞുകൊണ്ട് ചെയ്തതെല്ലാന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് ഇതോടെ തീർന്നു. കാരണം പ്രത്യേകിച്ച് കിണർ പണിയാണ് ഇനിയും കിണറ്റിൽ ഇറങ്ങാനുള്ളത്. ഇത് ഇതേപോലെ ഇനി നാളെ സംഭവിക്കാൻ പറ്റിയ സാധനമാണ്. അത് മനസ്സിലാക്കി. അല്ലാന്നുണ്ടെങ്കിൽ ഇജ് പൊതു സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് കാര്യങ്ങൾ വിശദമാക്കണം. അതിന്റെ കാര്യങ്ങൾ ഇജ് പറഞ്ഞ് മനസ്സിലാക്കണം. ഇജ് എല്ലാന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടും. ജീവിതം ഒന്നേ ഉള്ളൂ. ഇമ്മായി തെണ്ടിത്തരം ചെയ്ത് കണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള അങ്ങനെ ഉള്ള ഒരാളാ എല്ലാമാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കണേ. അഥവാ അങ്ങനെ ഇതിന് കൂട്ട് നിന്നിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് ക്ലോസ്. എന്നാ ശരി. ഈ വ്യക്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ലത്തീഫിന് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണ്, വീഡിയോ ഇടാൻ അറിയുന്ന ഒരാളാണ്, വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് പോയിട്ട് സ്വന്തം പ്രൊഫൈലിൽ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ എന്തുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടു, എനിക്ക് ഏത് വർഷമാണ് ഇത് സംഭവിച്ചത്, അന്ന് എനിക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് പറഞ്ഞു പോയാൽ മതി ലത്തീഫിനൊരു എക്സ്പ്ലനേഷൻ. പക്ഷെ അതിന് പകരം ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് അതിലേക്ക് ട്രാക്ഷൻ കൊണ്ടുവന്ന് അതിന് അങ്ങനത്തെ ഒരു ടൈറ്റിലിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ റിപ്ലൈയോ കൊടുക്കാതെ അത് ലത്തീഫ് ചെയ്തതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. അപ്പോൾ സംശയം തോന്നും ആർക്കും ഇത് റീച്ചിന് വേണ്ടി ചെയ്തതാണോ എന്നുള്ളത്. ഞാനും വിശ്വസിക്കുന്നില്ല ഇത് ലത്തീഫ് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത്. കാരണം അങ്ങനെ റീച്ചിന് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് ലത്തീഫിന് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, ബട്ട് സംശയം ഉണ്ട്. കാരണം ആ സംശയം വീഡിയോ ഇട്ട് തന്നെ ആളുകളോട് കൃത്യമായ മറുപടി കൊടുക്കാൻ ലത്തീഫ് കഴിവുള്ള ഒരാളാണ്. വീഡിയോ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് മറുപടി ആയിട്ട് ഇത് വീഡിയോ അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കിണറ്റിൽ അപകടം നടക്കുന്നതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ലത്തീഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ലത്തീഫിന് എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇടാൻ പറ്റിയില്ല? അല്ലെങ്കിൽ ആ ടൈറ്റിലിനകത്ത് ദിസ് ഹാപ്പൻഡ് ഓൺ 2024 ഇയർ പറഞ്ഞത് കുറച്ച് വർഷം മുന്നേ ബാക്കുള്ളതാണ്. ലത്തീഫ് ബാക്കിയുള്ള യൂട്യൂബേഴ്സോ ഇൻസ്റ്റാഗ്രാമിലുള്ള ബാക്കി കോണ്ടന്റ് ക്രിയേറ്റേഴ്സോ പോയി ചോദിക്കുമ്പോൾ ലത്തീഫ് ഇതിന് ഉത്തരം പറയുന്നുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ നമ്മോട് ചോദിച്ചൊരു കാര്യമായിരുന്നു. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ആശാൻ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഒരു കിണർ പണിക്കിടെ ഒരു അപകടത്തിൽപ്പെട്ടു, എന്തായിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരുപാട് കോൾ വരലുണ്ട്. ഇതാണ് ആശാദകൾ സെറ്റല്ലേ? ആശാന്റെ പഴയ വീഡിയോയുടെ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളെ തൊള്ളോണ്ട് നിങ്ങളെന്ന് പറഞ്ഞേക്കും. അത് 2024 സ്റ്റാർട്ടിങ്ങിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളന്ന് ആ വീഡിയോ ഇടാത്തതിന്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും വിഷമം പെരക്കാരെ അത് കാണുമ്പോൾ പിന്നെ അവൾക്കുള്ള വിഷമമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത്. കാരണം എന്താ പറയുക, നമ്മള് ഒരു പരാജയപ്പെട്ട സൈറ്റാണത്. പരാജയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ പണി നമ്മൾ ഫുള്ള് തീർത്ത് കൊടുത്തിട്ടോ. ആ കിണർ ഫുള്ള് ഇടിഞ്ഞ് വീണ് നമ്മൾ പോയതിന് ശേഷം കിണർ പിന്നെ മൊത്തത്തിൽ ഇടിഞ്ഞ് ഭയാനകമായ ഒരു സിറ്റുവേഷനിലെത്തി. പക്ഷെ ആ ഒരു സംഭവം അതിന്റെ കൂടെ വീണില്ല, അതുകൊണ്ട് ഇന്നിന്റെ ജീവൻ കിട്ടി. ഏതായാലും ഒരുപാട് ആളുകൾ, കാരണം എത്ര 56 58 മില്യൺ ആൾക്കാരുടെ കണ്ടിട്ടുണ്ട്. നമ്മളെ ഫോളോവേഴ്സ് നമുക്ക് എടാ നിന്റെ ഫ്രണ്ട് ഓൾറൗണ്ടിൽ എന്ത് പറ്റി നമുക്ക് എത്ര പോലെ കോള് വരുന്നവരോ. ഏതായാലും നമ്മളെ അറിയാത്ത ആൾക്കാര് കള്ളത്തരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചവന്റെ കാവലുണ്ടോ നമുക്ക് എപ്പോഴും. മനസ്സിൽ കള്ളത്തരില്ലാന്നുണ്ടെങ്കിൽ പഠിച്ചവന്റെ കാവലും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ 2 വാക്ക് പറഞ്ഞാല് എന്തെങ്കിലും പറയണ്ടത്. അപ്പൊ ആള് സേഫ് ആട്ടോ. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഒരുപാട് ആൾക്കാരുണ്ടോ. അതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അതായത് ഞങ്ങളാ പണിക്ക് പോയത്, ഞങ്ങളാ പണിക്ക് പോയില്ലേനോ, അതൊക്കെ വീഡിയോ നമ്മൾ പിടിച്ചുകൊണ്ടുവന്നീ. പോരാത്തതിന് പിന്നെ ആ ഇടിഞ്ഞ് വീണ് ഫുള്ളി അതും വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കിണർ അടിമുറിച്ച് മുകളിൽ വരെ കെട്ടി ഉഷാറാക്കി മൂപ്പര് അഭിപ്രായം അടക്കം വീഡിയോ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഇടും. ഓക്കെ, അപ്പൊ ഏതായാലും ആ ഒരു വീഡിയോ വരും. അപ്പൊ ആള് സേഫ് ആട്ടോ, ഒരു കുഴപ്പമില്ല. സെറ്റ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ പറയുക, ലത്തീഫിന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ട് ഒരു ക്ലിക്ക് ബൈറ്റ് പോലത്തെ പരിപാടിയാണോ ലത്തീഫ് കാണിച്ചതെന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. സ്റ്റിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ലത്തീഫ് എന്നുള്ളത്. ക്ലിക്ക് ബൈറ്റിനാണെന്നുണ്ടെങ്കിൽ ലത്തീഫിന് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇനി ക്ലിക്ക് ബൈറ്റ് ഇടുന്ന ഒരു തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും ചെയ്യുന്ന ആസ് യൂഷ്വൽ പരിപാടിയാണ്. പക്ഷേ
ക്ലിക്ക് ബൈറ്റ് ഇട്ടിട്ട് അതിനകത്ത് എല്ലാവരും കൺസേൺ വെക്കുന്നുണ്ട്. ലത്തീഫിന് എന്ത് സംഭവിച്ചു, ഇയാൾക്ക് എന്ത് പറ്റി, ഓൾറൗണ്ടിന് എന്ത് സംഭവിച്ചു. എല്ലാവരും നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് മനുഷ്യ ആ കമൻറ്റ് ബോക്സിൽ അത്ര പേര് ചോദിക്കുന്നതും കുറേ പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടൊന്നും പറ്റരുതേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദുആ നൽകുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്രയോ വിശ്വാസികളില്ലേ ഇവിടെ. ഇനി വിശ്വാസം ഇല്ലാതെ ഞാനടക്കം ഒരു നേരം മനസ്സിൽ വിചാരിച്ചു പോയി, ഇയാൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളെ കണ്ടന്റുകളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ ആ ഒരു റോ പച്ച മനുഷ്യൻ ഇമേജ് കൊണ്ടാണത്. നിങ്ങളത് വീണ്ടും അത് ഡയറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുള്ള് സാധനം ഉണ്ട് അപ്പം ഞാൻ ഇടാന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ടോ ഈ കമൻറ്റിൽ റിപ്ലൈ കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരാളുടെ ചാനലിൽ വന്നിരിക്കുന്നത് പറയുന്നതിന് പകരം സ്വന്തം ചാനലിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, ഇത് പറ്റിയത് 2024 എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞിട്ടോ. അതൊന്നുമില്ല, ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ആൾക്കാർ ഇനി ഇതിൻ്റെ ബാക്കി കാണാൻ വേണ്ടി ഇങ്ങനെ എന്താണെന്നുള്ളത് നിൽക്കും. അവിടെയാണ് ആളുകൾ ചോദിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് ലത്തീഫ് ഒന്ന്. രണ്ടാമത്തെ കാര്യം സേഫ്റ്റി റീസൺസ്. പലപ്പോഴായിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സേഫ്റ്റി മെഷേഴ്സൊക്കെ അതെ സ്ട്രീറ്റ് സ്മാർട്ട് ലെവലിൽ ഭയങ്കര എന്താ പറയുക അങ്ങനത്തെ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നാക്കുകളാണ്. ഓരോരുത്തർക്ക് അതാണല്ലോ, ഓരോ പണിക്കാരന് അതിൻ്റേതായ നാക്കുകളുണ്ടാവും. പക്ഷെ ഇനി എങ്ങനെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചില സേഫ്റ്റി മെഷേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമ്മളുടെ ഒരു സേഫ്റ്റിക്കാണ്, നമ്മുടെ ഒരു വിശ്വാസമാണ്. അതൊരു അത്രയും സേഫ്റ്റി നോംസ് പാസ്സായി വരുന്ന ഓരോ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് അല്ലേ. ഇപ്പോൾ ക്ലൈൻറ്റിലൊക്കെ ഇറങ്ങുന്ന ഹാർനസും എല്ലാ സാധനങ്ങളും, പുള്ളി, ഹാർനസ്, എല്ലാ സാധനവും കാണും. അത് നമ്മളെ സേഫാക്കി നിർത്താനാണ്. അത് മാത്രമല്ല ഒരു അവയർനെസ് ആണത്. നാളെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ലത്തീഫ് ഇറങ്ങിയ പോലെ ഗെയിൻറ്റിക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കയറും ഇല്ലാതെ നെഞ്ഞത്തും കെട്ടാതെ, അല്ലെങ്കിൽ ഒരു കയറ് മാത്രം നെഞ്ഞത്തും കെട്ടി ഗെയിൻറ്റിക്ക് ഇറങ്ങുന്ന എത്ര പേര് കാണും? നിങ്ങളെ വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഒരു നേരം ലത്തീഫ് ഇറങ്ങണല്ലോ നമുക്ക് ഗെയിൻറ്റിക്ക് ഇറങ്ങുന്നവർ കാണൂലേ? അപ്പം അവരുടെ മുന്നിൽ ഇല്ല ഇങ്ങനെ ഹാർനസ് ഒക്കെ ഇട്ട് ഇത്രയും സേഫ്റ്റിയിലാണ് ചെയ്യുന്നതെന്നുള്ളത്. ദാറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇനിയെങ്കിലും അത് മുന്നോട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിപ്പോൾ ബാബ സുരേഷിൻ്റെ കാര്യത്തിലൊക്കെ ഇതേപോലെയുള്ള വിമർശനങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കോൺഫിഡൻസ് ആണ്, അയാൾക്ക് സ്കില്ലുണ്ട്, അയാൾക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റും, വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട എന്നുള്ളത്. ബട്ട് സ്റ്റിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പിന്നെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഒരു അപകടം പറ്റുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ മുന്നേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങി സേഫ്റ്റി മെഷേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് എന്നിട്ടൊരു പ്രവൃത്തി ചെയ്യുന്നതല്ലേ. അതൊരു രീതിയാണല്ലോ അതിൻ്റെ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഇന്നോവേഷൻസ് മനുഷ്യൻ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഓരോ വർക്കിന്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, സേഫ്റ്റി റൂൾസ് കൊണ്ടുവരേണ്ട കാര്യമില്ല. സോ അതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും ലത്തീഫിൻ്റെ കേസിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതിലെല്ലാം ഉണ്ട്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായതും നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി കൂട്ടിയതും നിങ്ങൾക്ക് സംശയമുള്ളതും ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ POV കാണണം എന്നൊക്കെ തോന്നിയ എല്ലാ വിഷയങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം കൂടി ഒറ്റ വീഡിയോ ആക്കി ഞാൻ നിർത്താണ്. ബൈ.